മലയാളത്തിന്റെ എക്കാലത്തെയും ഹിറ്റാകാൻ കുതിക്കുന്ന ചിത്രമാണ് ആടുജീവിതം. പൃഥ്വിരാജ് നായകനാകുന്ന ആടുജീവിതം 100 കോടി ക്ലബിലേക്ക് കുതിക്കുകയാണ്. മലയാളികൾ നെഞ്ചോട് ചേർത്ത ആടുജീവിതം മരുഭൂമിയിലെ പാമ്പുകളെക്കുറിച്ചും ബെന്യാമിൻ തന്റെ ആടുജീവിതം എന്ന നോവലിലും വിവരിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും ഇല്ലാതാക്കുന്ന അതിവിശാലമായ ചുട്ടുപൊള്ളുന്ന മരുഭൂമി. അവിടെ മണലുകൾക്കുള്ളിൽ മണലാണോ പാമ്പാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കൊടിയ വിഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മണൽ പാമ്പുകൾ. വടക്കൻ ആഫ്രിക്ക, അറേബ്യൻ ഉപദ്വീപ്, കുവൈറ്റ്, തെക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യ, ഖത്തറിലെ രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളെല്ലാം ഇവയെ കാണാൻ സാധിക്കും. ഈ പാമ്പിനെ സഹാറ അണലി എന്നാണ് അറിയപ്പെടുന്നത്. കണ്ണിന് തൊട്ടുമുകളിലായി ഉയർന്നു നിൽക്കുന്ന 2 കൊമ്പുകളാണ് ഈ അണലികളുടെ പ്രത്യേകത. പരമാവധി 85 സെന്റിമീറ്ററാണ് ഇവയുടെ നീളം. ഈ ഇനത്തിലെ പെൺ അണലികൾക്ക് ആൺ അണലികളേക്കാൾ വലിപ്പമുണ്ട്. പൊതുവെ മണലിന്റെ നിറം തന്നെയായിരിക്കും ഇവയ്ക്കും. അതിനാൽ മരുഭൂമിയിൽ വെച്ച് ഇവയെ പെട്ടെന്ന് കണ്ടെത്താനും കഴിയുകയില്ല. അതേസമയം മണലിൽ ഒളിച്ചിരിക്കാനും വിദഗ്ധരാണ് ഈ അണലികൾ. മരുഭൂമിയിലെ കൊമ്പൻ അണലികൾ എന്നും ഇവയെ അറിയപ്പെടാറുണ്ട്. പൊതുവെ വരണ്ട മണലുള്ള പാറക്കെട്ടുകൾ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇവയുടെ വാസസ്ഥലം. മരുപ്പച്ച പ്രദേശങ്ങളിലും ഇവയെ കാണാറുണ്ട്. പെട്ടെന്ന് ഇരകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഇവ ആംബ്രൂഷ് പ്രെഡേറ്റർ ഗണത്തിൽപ്പെട്ടവയാണ്. മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മണൽ നീങ്ങുന്നതിനാൽ ഇവയ്ക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുകയില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവ ഇരുവശങ്ങളിലേക്കുമാണ് ഇഴഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നത്. ഇത്തരം നീക്കം ഇവയെ കൂടുതൽ വേഗത്തിൽ സഞ്ചരിപ്പിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഇവയ്ക്ക് പറക്കാൻ കഴിയുമെന്ന് ചില വാദങ്ങളും ഉണ്ട്. എന്നാൽ അത് വാസ്തവമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. എലിയുടെ വർഗത്തിൽപ്പെട്ട ചില ജീവികൾ, പല്ലികൾ, പക്ഷികൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഇരകൾ. രാത്രിയിൽ ഒരുപാട് ദൂരം ഇവ ഇര തേടി യാത്ര ചെയ്യാറുണ്ട്. മൃഗശാലകളിൽ ഇവ 18 വർഷം വരെ ജീവിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. സഹാറ മരുഭൂമി മേഖലയിലും മറ്റ് പരിസ്ഥിതി പ്രദേശങ്ങളിലും വലിയൊരു ദൗത്യം ഈ പാമ്പുകൾ വഹിക്കുന്നുണ്ട്. കർഷകർക്ക് ഭീഷണിയാകുന്ന എലികളെയും മറ്റു ജീവികളെയും ഇവ തിന്നൊടുക്കുന്നത് കർഷകർക്ക് വളരെ ഗുണകരമായ കാര്യമാണ്.